ഞാൻ അപ്പോഴേ ഈ ബിച്ചുനോട് പറഞ്ഞതാ, ഖാദറിന്റെ കടയിലെ പടക്കങ്ങൾ കൊള്ളൂല, ഇത് പൊട്ടൂല. പിന്നെ ഖാദർക്കാടെ കടയിലെ നല്ല പടക്കങ്ങളാ, എല്ലാം പൊട്ടിച്ച് കാണിച്ചു തന്നിട്ടാ ഞാൻ മേടിച്ചത്. സൂപ്പർ പടക്കാ. നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു, എന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്, നല്ല കമ്പനി പടക്കങ്ങൾ മേടിച്ച് നമുക്ക് പൊട്ടിക്കായിരുന്നു. ഒരു വിഷുവായിട്ട് അമിട്ടും കുണ്ടും അല്ലാതെ വേറൊരു സാധനമില്ല. ഞാൻ കുറച്ച് ചൈന പടക്കങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പൊട്ടിക്കാം, നല്ല രസമായിരിക്കും. ഏത് ഈ ഡോറാപൂജിയുടെ പരസ്യമുള്ളതോ? ഇതൊന്നും പൊട്ടില്ല കരുണ, നിനക്ക് എന്താ? നമുക്ക് ഈ മേശാപ്പൂവും കമ്പിത്തിരിയും തന്നെ നല്ലത്. ഖാദറിന്റെ പടക്കങ്ങളാകുമ്പോ നല്ല സൗണ്ട് ഉണ്ട്. മാമൻ അപ്പോഴേക്കും കാല് മാറി, അത് നന്നായി. ഖാദർക്കാട് കടയിൽ ഇതുപോലെ ചിത്രശലഭത്തിനൊരു പടക്കം ഉണ്ടായിരുന്നു, എവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. പിന്നെ എന്തൊക്കെയാ, ഗർഭക്കലക്ക്, അമിട്ട്, ഗുണ്ട്, കൊറേ പടക്കമുണ്ട്. ഇതെല്ലാം ഇന്ന് പൊട്ടിച്ച് കഴിയോ? എല്ലാരും വാ, നമുക്ക് ഗ്രൗണ്ടിൽ പോയിന്ന് പൊട്ടിക്കാം. ഇത് കണ്ടോ ബിച്ചു, ചൈന പടക്കങ്ങൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. ആ ശരിയാ, ബേക്കറിയിൽ അലുവ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇതൊക്കെ വെറും ഷോയാ, ഇതൊന്നും പൊട്ടയില്ലോ, ഒച്ച ഉണ്ടാവല്ലോ. നോക്കാലോ? ആ നോക്കാം. ആദ്യം നിങ്ങൾ ഓലപ്പടക്കം പൊട്ടിക്ക് കാണട്ടെ. ഓലപ്പടക്കം എന്ന് കളിയാക്കൊന്നും വേണ്ട, ഇത് മേശാപ്പു ഖാദർക്ക സ്പെഷ്യലാ. ഇത് കത്തിയൊരു പോക്കുണ്ട്, ദാ കണ്ടോ. കണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മേശാപ്പു? ഓ, ഇതൊരു പടക്കമാണോ? ഇതൊക്കെ ഞങ്ങൾ കണ്ട തീപ്പെട്ടിക്കൊള്ളി പോലെയുണ്ട്. ഇതാണ് മോനെ ചൈന ബാൻഡ്. നോക്ക് ഇതിന്റെ പൊട്ടണ സൗണ്ടും കളറും. എങ്കിൽ പിന്നെ സ്പെഷ്യൽ മേശപ്പൂ ഒന്ന് നോക്ക്, 3 കൂടി നല്ല മേശപ്പായിരിക്കും. എന്ത് കൊണ്ടോ അത് കത്തുന്നില്ലല്ലോ, ഖാദർ ചതിച്ചെന്നാ തോന്നുന്നേ. ഓ കത്തി. വിചാരിച്ച പോലെ ഒരു ഗുമ്മില്ല അല്ലേ മാമ? നമുക്ക് കുറെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കാം, എന്താ ഉണ്ടാവാൻ നോക്കാലോ. അല്ലെങ്കിൽ കരുണം ചീറ്റപ്പം നമ്മളെ കുറ്റം പറഞ്ഞോണ്ടേയിരിക്കും. എല്ലാരും മാറി ഇന്നോട്ടോ, ഇനി ഒരെണ്ണം കുറ്റം പറയാൻ വരരുത്. ഇപ്പൊ കാണാം പടക്കത്തിന്റെ ശക്തി. ഞെട്ടാൻ തയ്യാറായിക്കോ. ഈ ചിത്രശലഭം ഇവിടെ കിടക്കട്ടെ. എന്റെ അമ്മച്ചേ, ഇപ്പൊ തന്നെ തല പോയാനെ. കരുണചീറ്റപ്പ എങ്ങനെയുണ്ട് ഞങ്ങളെ ന്യൂജൻ പടക്കങ്ങൾ? എങ്ങനെയുണ്ട്, ഞെട്ടിലേ? ഞെട്ടാനോ? എങ്കിൽ പിന്നെ നീ ഇതൊന്ന് കാണും. സാരിവാലൻ കുഞ്ഞപ്പൻ, അതാണ് ഇവന്റെ പേര്. ഇവൻ കത്തിയാലൊരു പടരല, പിന്നെ നല്ല ലൈറ്റും, ഒരു രക്ഷയില്ല. ഓ, എന്റെ ടോർച്ച് എവിടെ? ഇങ്ങിത്താ. ഓ, ഇത് കത്തി തീർന്നോ? ഇതൊക്കെ എന്ത് ഖാദർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇത് ആകാശത്ത് പോയി വർണ്ണമഴ പെയ്യിക്കും. കാണണോ ഇതിന്റെ ഹൈറ്റ്? കണ്ടോ, പൊളി സാധനം. കത്തിക്കട്ടെ മാമ? കത്തിക്ക് മോനെ കത്തിക്ക്. കരുണനൊന്ന് ഞെട്ടട്ടെ നമ്മുടെ നാടൻ പടക്കം കണ്ട്. അവന്റെ ഒരു ചൈന പടക്കം ദാ കാണ്. വർണ്ണമഴ ഖാദർക്ക പറഞ്ഞത് ശരിയാ. കണ്ട ഇതിനെ വെല്ലുന്നൊരു ഐറ്റം എന്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇടുക്ക് ടോർച്ച് എവിടെ? ടോർച്ച്. ഓ കണ്ടോ, വർണ്ണമായി ഇത്തിരി ചീറ്റിപ്പോയി. സാരമില്ല, എന്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. ഇത് ചൈനീസ് സ്പെഷ്യലാ. നോക്കിക്കോ, നിങ്ങൾ ഞെട്ടും. അയ്യോ ഓടിക്കോ, ഞാൻ പറഞ്ഞില്ലേ ചൈന പടക്കം ഫേക്കാ ചീറ്റിപ്പോവും. ഇപ്പൊ തന്നെ മനുഷ്യന്റെ തലയും കുടലൊക്കെ വേറെ ആയാലേ. അയ്യോ അമ്മാട് ഓടിക്കോ. അത് ശരിയായില്ല അല്ലേ? എന്റെ കയ്യിൽ വേറെ ലൈറ്റുണ്ട്, നോക്ക്. ദൈവമേ, ഇത് കത്തൊന്നും പോലെ ഇല്ലല്ലോ. ഈ ചൈന പടക്കങ്ങളൊക്കെ ഫേക്കാ. ഖാദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ഇത് കൊള്ളാം, എന്നാലും ഒരു കുറവ് പോലെ.
ഒരു കാര്യം ചെയ്യാം, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കത്തിക്കാം, ഒന്ന് ആഘോഷമാക്കി കളയാം. എല്ലാവരും മാറി നിന്നോ, ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട, ഇനി വെടിപൊടി പൂരമാണ്.